നമസ്കാരം. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമില്ല. ഹിന്ദുക്കളെ കൊണ്ട് മുസ്ലിങ്ങൾക്കും ശല്യമില്ല, മുസ്ലിങ്ങളെ കൊണ്ട് ഹിന്ദുക്കൾക്കും ശല്യമില്ല. കാരണം അവർ രണ്ടുപേരും രണ്ടു വിധത്തിൽ വിശ്വസിക്കുന്നു, രണ്ടു വിധത്തിൽ ജീവിക്കുന്നു. എന്നാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പരസ്പര സഹകരണത്തോടെ ജീവിച്ചു വരുന്നു. ഇതാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം. എന്നാൽ ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മതത്തിന്റെ പേര് പറഞ്ഞ്, പശുവിന്റെ പേര് പറഞ്ഞ് പലരും ശ്രമിക്കുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ വളരെ കൂടുതലാണ് താനും. അതായത് മുസ്ലിം വിഭാഗത്തെ കാണുമ്പോൾ ഇവരൊന്നും മനുഷ്യരല്ല, ഇവരൊന്നും ജീവിക്കാൻ ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവരല്ല, ഇന്ത്യയിൽ ജീവിക്കേണ്ടവരല്ല എന്ന നിലയിൽ പോലും ഹിന്ദു വിഭാഗങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ മനസ്സിലേക്ക് കയറിപ്പോയ സാഹചര്യങ്ങൾ പോലും ഉണ്ട്. അതിൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ അതിന്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്റെ വീഡിയോ അടക്കമുള്ള മുഴുവൻ വീഡിയോകളുടെയും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ ആരുടെങ്കിലും വീഡിയോന്റെ താഴെ നിങ്ങൾ നോക്കുന്ന കമന്റുകൾ നോക്കിയാൽ മതി. ഫേസ്ബുക്ക് പോസ്റ്റായാലും ഏതിലായാലും ഇടുന്ന കമന്റുകൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു നല്ല കാര്യം ചെയ്താൽ ഇത് ഇവിടെ വേണമെന്നില്ല, ലോകത്ത് എവിടെ ആയാലും മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുസ്ലിമിനെ കുറിച്ച് ഒരു വാർത്ത വന്നാൽ മതി. അതിനൊക്കെ ഇന്ത്യയിലുള്ള ഈ കേരളത്തിലുള്ള ഞാനടക്കമുള്ള സകല മുസ്ലിങ്ങളും സമാധാനം പറയണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വി.ഡി. സതീശന്റെ മന്ത്രിസഭയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് അങ്ങനെ ആഗ്രഹിച്ചതായിരുന്നു തെറ്റ്. മുസ്ലിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് നിലപാട് വന്നത്. അതായത് മുസ്ലിങ്ങളൊക്കെ വെറും നായ്ക്കളെ പോലെ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പോലെ മനുഷ്യരായിട്ട് വരെ കൂട്ടാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരു വിഭാഗം മനുഷ്യർ തന്നെ സമൂഹത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുമായി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് സംസാരിക്കുന്നവർ തന്നെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മതപരമായിട്ട് മറ്റു വേദികളിലൊക്കെ സംസാരിക്കുന്നത് കേട്ടുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നാണ് ഇവരെവിടുത്ത് നിൽക്കുകയാണെന്നുള്ളത്. എന്തിനും ഒരു ക്ഷമ ഉണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയില്ലേ, ഉണ്ട്. ക്ഷമ ഈമാന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം പക്ഷേ ആ നെല്ലിപ്പലക പൊട്ടിച്ചിട്ട് ചാടുന്നില്ല, അക്രമത്തിലേക്ക് ചാടുന്നില്ല. എല്ലാ സമൂഹത്തിലും എവിടെയെങ്കിലുമൊക്കെ ചില വിവരദോഷികളും ചില തീവ്രവാദികളും ഉണ്ടാകും. ഇന്ന് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്ന സമയത്ത് പള്ളിക്കൽ ഇമാം ഖുതുബയിൽ പറഞ്ഞ കാര്യം, ഇവിടെ ഈ മതേതര ഇന്ത്യയിൽ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പേരിലും ഉണ്ട് കുറെ പേര് പറഞ്ഞു കൊടുക്കുക മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില തീവ്രവാദികളും മറ്റും അവരെ ഉണ്ട്. അവരെയൊക്കെ യഥാസമയം പിടിച്ച് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാനും ജയിലിലടയ്ക്കാനും ഒക്കെ നമ്മുടെ ഭരണാധികാരികൾക്ക് യഥാസമയം കഴിയട്ടെ എന്നൊരു പ്രാർത്ഥന അതിനകത്തുണ്ടായിരുന്നു. അത് ഭരണാധികാരി BJP-കാരനായതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കില്ലെന്നൊന്നുമില്ല. കാരണം നമ്മുടെ രാജ്യം സമാധാനപൂർവ്വം നിലനിൽക്കണമെന്ന് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും പോലെ ഇവിടുത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ദേശസ്നേഹം കൂടുതലുള്ള മുസ്ലിങ്ങളും അവരെ പഠിപ്പിക്കുന്നത്, ദേശസ്നേഹം പഠിപ്പിക്കുന്നത് അവനവന്റെ ദേശത്ത് എന്താണോ നിയമം, എന്താണ് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, അതനുസരിച്ച് അതാണ് നീതിബോധം, അതനുസരിച്ച് ജീവിക്കലാണ് അവന്റെ ധർമ്മം എന്നാണ്. അത് മാത്രമല്ല സാഹോദര്യത്തോടെ എല്ലാവരും ചേർത്ത് പിടിക്കൽ അവന്റെ ഉത്തരവാദിത്വമാണ് എന്ന്. ആ രാജ്യത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പശുവിന്റെ പേരിലും മതത്തിന്റെ പേരിലും മറ്റുമൊക്കെ തമ്മിൽ കലഹിപ്പിക്കാൻ നോക്കുന്നത്. എന്റെ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഏതെങ്കിലും വിധത്തിൽ ഒരു മുസ്ലിം ഇവിടെ നിസ്കരിക്കുന്നത് കൊണ്ടോ, അവൻ മാംസം കഴിക്കുന്നത് കൊണ്ടോ, ഇനി അല്ലെങ്കിൽ അവൻ നല്ല വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ, ഹിജാബ് ഇടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പർദ്ദ ഇടുന്നത് കൊണ്ടോ മറ്റേതെങ്കിലും മതസ്ഥർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ മുസ്ലിം ഒരു ഭക്ഷണം വെച്ചാൽ കുഴപ്പം, അത് കഴിച്ചാൽ കുഴപ്പം, അവൻ വസ്ത്രമിട്ടാൽ കുഴപ്പം, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പം എന്ന് മുതലാണ് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പൊ മുസ്ലിം അത് പ്രതിരോധിക്കാൻ പഠിച്ചു. യഥാർത്ഥ മുസ്ലിം പ്രതിരോധിക്കുന്നത് എന്താണോ തങ്ങളുടെ പ്രതിയോഗികൾ അല്ലെങ്കിൽ തങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണോ നിലപാടെടുക്കുന്നത് ആ നിലപാടിനോട് 100% യോജിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പശു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉത്തർപ്രദേശിൽ ഒരാൾ തുടങ്ങി വെച്ചതാണ്. അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആരുമായിട്ട് ഒരു തർക്കമില്ല, വഴക്കുമില്ല, പശു, കാള ഈ 2 ഐറ്റത്തിലുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങളുടെ ഗോമാതാവാണ്, നിങ്ങൾ സംരക്ഷിച്ചോളൂ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നിങ്ങൾ വിൽക്കരുത്, നിങ്ങൾ അതിനെ കൊണ്ടുപോയി പൂജിച്ചോളൂ, എന്താ വെച്ചാൽ ചെയ്തോളൂ. നോക്കൂ, ഇവിടെ ഗോമാത എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കി അത്രയധികം ഭക്തി വെക്കുമ്പോഴും അതേ ഗോമാതാവിനെ ഒരു സമയം കഴിഞ്ഞാൽ ഇവർ തന്നെ വിറ്റ് മുസ്ലിം വിഭാഗങ്ങൾക്ക് വിറ്റ് കാശ് വാങ്ങിയിട്ടാണ് അടുത്ത ഗോമാതാവിനെ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ വിഭാഗത്തെ ആ കാളകളെയും പശുക്കളെയും ഒക്കെ ഒന്നിനും പറ്റാതെ നടതള്ളേണ്ട സ്ഥാനത്ത് നല്ല വിലയ്ക്ക് വിറ്റിട്ട് അതിനെ മാംസമാക്കി ഒരു വിഭാഗം കഴിക്കുമ്പോൾ മറുഭാഗം അവരുടെ അടുത്ത പണി നോക്കിക്കൊണ്ടിരുന്നു. ഒരു പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? ഇവര് നല്ല നിലയ്ക്ക് വിൽക്കുന്നു, അതുവരെ കുഴപ്പമില്ല. ഈ ഗോമാതാ സംരക്ഷകർ ഈ പശുവിനെയും കാളകളെയും വിൽക്കുന്നത് വരെ കുഴപ്പമില്ല. അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി.
പിന്നെ ആ കൊണ്ടുപോകുന്നവൻ ഗോക്കളെ അറക്കാൻ കൊണ്ടുപോകുന്നവനായി, അവൻ ദേശദ്രോഹിയായി, രാജ്യദ്രോഹിയായി, പിന്നെ അവനെ തല്ലിക്കൊല്ലുന്ന രീതിയായി. ഒരു മനുഷ്യന് ഇവിടെ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ അവനവന്റെ മരണം വരെ ജീവിക്കണമെന്ന്, നേരെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി പശുവിന്റെ പേരിൽ ആരുടെയും തല്ലുകൊണ്ട് ചാകാൻ തൽക്കാലം താല്പര്യമില്ല. അതുകൊണ്ട് മുസ്ലിം വളർത്തിയാലും ഹിന്ദു വളർത്തിയാലും ഇനി ആര് വളർത്തിയാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പശുവിനെയും കാളയും ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ അതിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ബക്രീദ് വലിയ പെരുന്നാൾ വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ വളർത്തിയിട്ടുള്ള, അവരെ കൃഷി അതാണ്, കന്നുകാലി കൃഷിയാണ്, വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ആ കന്നുകാലികളെ വാങ്ങാൻ മുസ്ലിം വ്യാപാരികൾ തയ്യാറല്ല. അവർ പറയുന്നത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പൂജിച്ചോളൂ. കിലോമീറ്റർ കണക്കിനാണ് വാഹനങ്ങളിൽ പശുക്കളും കാളകളും കെട്ടിക്കിടന്നത്. ആരും വാങ്ങാൻ ആളില്ല, വാങ്ങാൻ തയ്യാറല്ല. അവസാനം അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന വീഡിയോകൾ എത്രയോ മീഡിയകൾ, സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ വന്നു. അവരൊക്കെ ആത്മഹത്യ ചെയ്യല്ലാതെ വേറൊരു വഴിയില്ല. പക്ഷേ അവരെ ആത്മഹത്യ ചെയ്യാൻ വിടുകയല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും വേറെ മാർഗമില്ല. ആരെങ്കിലും സ്വന്തം ജീവൻ ഈ വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കൂ. ഇനി വെള്ളത്തിലോ വല്ല കായലിലോ വീണ കേസാണെങ്കിൽ ജീവൻ നോക്കാതെ എടുത്ത് ചാടാൻ നോക്കി. ഇത് അതുപോലെ അല്ലല്ലോ. ഇത് ഭക്ഷണത്തിന്റെ കാര്യമില്ല. അവനത് തിന്നണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവൻ അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് അത് വാങ്ങണ്ടെന്ന് വെച്ചു. മറ്റൊരു ചാവുന്നുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നോക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇവിടെ കർണാടകയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ പെരുന്നാളായിരുന്നു. കർണാടകയിലെ വ്യാപാരികൾ, മുസ്ലിം വ്യാപാരികൾ, അവർ കച്ചവടക്കാർ പശുക്കളെ വാങ്ങാൻ തയ്യാറാകാതെ മടക്കി അയക്കാൻ തുടങ്ങി. ഗോമാതാക്കളെ സംരക്ഷിക്കണം, ഇത് സംരക്ഷിക്കപ്പെടേണ്ട മൃഗങ്ങളാണ്, ഗോമാതാവാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ വിൽക്കാൻ തന്നെ ചെയ്യരുത്, നിങ്ങൾ കൊണ്ടുപോയി അത് സംരക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത്. നമ്മൾ എന്തിനാ അനാവശ്യമായിട്ട് വാങ്ങി വില കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചിട്ട് പിന്നെ നാട്ടുകാരെ തല്ലി കൊന്ന് അങ്ങനെ ചാകാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനേക്കാളും നല്ലത് പശുക്കളെ വളർത്തുന്നവർ അല്ലെങ്കിൽ കാളകളെ വളർത്തുന്നവർ അവർ തന്നെ സംരക്ഷിക്കട്ടെ. കർണാടകയിൽ സംഭവിച്ചത് ഒരു അല്പം കൂടി ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ പശുക്കളെ വളർത്തുന്നതും കാളകളെ വളർത്തുന്നതും മുസ്ലിങ്ങളെ പരിപാടിയല്ല. കാരണം അത് സാധാരണ ഹൈന്ദവ സഹോദരങ്ങൾ, അവരാണ് അത്തരത്തിലുള്ള പാലിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളർത്താൻ നോക്കുന്നത്. എന്നാൽ ഇപ്പുറത്തെ പോത്തിനെയും എരുമയൊക്കെയാണ് ഇപ്പുറത്തുള്ളവർ വളർത്തുന്നത്. കാരണം അതിനെയാണ് അവർ കൂടുതൽ അറവിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെ മാത്രമേ ഉപയോഗിക്കൂ. മാത്രമല്ല ഇന്ത്യയിൽ മാറി വരുന്ന സാഹചര്യം അത് തങ്ങൾക്ക് ഒരുപക്ഷെ പ്രതികൂലമാവും എന്ന് കരുതിയിട്ട് പശുവിനെയും കാളകളെയും വളർത്തുന്ന രീതി മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചിട്ട് കാലം കുറയായി. കർണാടകയിലെ മാർക്കറ്റിലേക്ക് കന്നുകാലികളെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുള്ള മുസ്ലിം ഇതര വിഭാഗങ്ങൾ അവർ ഒച്ചപ്പാടും പോലെ നടക്കുകയാണ്. കാരണം വലിയ പ്രതിഷേധ. അവർക്ക് അവരുടെ കന്നുകാലികളെ വിൽക്കാൻ നിവൃത്തിയില്ല. കന്നുകാലികളെ വാങ്ങാൻ ആളില്ലാത്തത് അവരെ കടുത്ത പ്രതിസന്ധിയിലാണ് ആക്കിക്കണേ. ಅದು ಪ್ರಾಣಿನ ತಾನೆ. ಆಮೇಲೆ ಇಲ್ಲಿ ಇಷ್ಟು ಜನ ಇಲ್ಲಿ ಬರೀ ನಾವು ಫೋನ್ ಮಾಡಿ ಮಾತಾಡ್ಕೊಳ್ಳೋದು, ಒಂದು ವಿಡಿಯೋ ಮಾಡೋದೊಂದು ದೊಡ್ಡದಲ್ಲ. ಎಲ್ಲರಿಗೂ ರೈತರಿಗೆ ಹೊಡ್ತಾ ಬೀಳ್ತಿರೋದು, ಎಕ್ಕಡಿಂದ ಹೋದ್ರು ರೈತರಿಗೆ ಹೊಡ್ತಾ ಬೀಳ್ತಾ ಇರೋದು. ಒಗ್ಗಟ್ಟಾಗಿ ಹೋಗೋಣ, ಬತ್ತೀರ ಆಗುತ್ತಾ? ನಡ್ರಿ ಹೋಗೋಣ. ಹಿಂದೂ ರಾಷ್ಟ್ರ ಹಿಂದೂ ಮುಸ್ಲಿಂ ಗಾಂಧಿ ನೆಹರು ಮಾಡಿರೋದು, ಗಾಂಧಿ ನೆಹರು ಮಾಡಿರೋದು, ಹಿಂದೂ ಮುಸ್ಲಿಂ ವಾಸ ಮಾಡಕ್ ಮಾಡಿರೋದು ಗಾಂಧಿ ನೆಹರು ಕಾಲದಲ್ಲಿ ಮಾಡಿರೋದು. ಇದನ್ನ ನಾನು ಅಲ್ಲ ಮಾಡಿರೋದು. ಆಫೀಸರ್ ತಗೊಳ್ಳಿ, ಅಲ್ಲಿಗೆ ಕಟ್ಟಾಕ ಆಫೀಸರ್ ಕೊಡೋದು ಏನು ಇವ್ರ ಕಡೆ ಇವ್ರ ಕಿತಾಪತಿ ಆಫೀಸರ್ ಇಷ್ಟು ಗಂಟೆ ನೋವು ಕೊಟ್ಟಾರ ನಮ್ಗೆ. 4 ಗಂಟೆ ರಾತ್ರಿಗೆ 2 ಪೊಲೀಸರು ಗಾಡಿಗಳನ್ನ ಹಿಡಿತಿದ್ರು. 4 ಗಂಟೆ ರಾತ್ರಿಗೆ ಪೊಲೀಸರು ಗಾಡಿಗಳನ್ನ ಹಿಡಿತಿದ್ರು. ಹಿಂದೂ ಸಂಘಟನೆಗಳಿಗೆ ಬಂದು ಅವರು ಕೇಳಿ ಇಲ್ಲಿ ಬನ್ನಿ ಹೋಗೋಣ ಒಟ್ಟಿಗೆ, ನಡೀರೋಣ ಅಣ್ಣ, ನಡೀರಿ ಹೋಗೋಣ ಒಟ್ಟಿಗೆ. ഇപ്പൊ അത്രയും ദൂരം നിന്ന് വണ്ടി വിളിച്ചു കൊണ്ടുവരാം. വണ്ടി വാടക പോലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൈ നിർത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അതായത് പശ്ചിമ ബംഗാളിലെ അതേ ഒരു സാഹചര്യം. BJP സർക്കാർ വന്നതിന് ശേഷം അവരുടെ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് സത്യത്തിൽ ഇതിന്റെ കാരണം. ഇപ്പോ മിക്കവാറും എല്ലാ ഭാഗങ്ങൾക്കും, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും BJP സർക്കാർ ആയി വരുന്ന സമയത്ത് ഒരു ദോഷവും മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും എന്തിന്റെങ്കിലും പേരിൽ അവനെ ക്രൂശിച്ചുകൊണ്ട്, അവനെ തല്ലിക്കൊണ്ട് ഈ വോട്ട് നിലനിർത്തേണ്ട സാഹചര്യമുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിമിന് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ മുൻ തലമുറ നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ആൾക്കാരെയൊന്നും അന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി അവരവരെ പണി നോക്കുന്നു. നിങ്ങൾ പറഞ്ഞ ശരി, ഞങ്ങൾ ഗോമാതാക്കളെ വാങ്ങുന്നില്ല, അതിനെ അറക്കുന്നുമില്ല, അതിനെ തിന്നുന്നുമില്ല, വാങ്ങുന്ന തന്നെയല്ല, ആ വഴിക്ക് ഞങ്ങൾ വരുന്നില്ല. അത് നിങ്ങൾ വാങ്ങിക്കോ, നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ സർക്കാർ അറവിനുള്ള സംവിധാനം എവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് കൊണ്ട് അറത്തോ, നിങ്ങൾ വിറ്റോ തിന്നോ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ വലിയ തർക്കമാണ്. അവർ പറയുന്നത് ഈ കർഷകരുടെ പക്കൽ നിന്നും
ന്യായമായ ഒരു വില നൽകി ഗോമാതാക്കളെ വാങ്ങാൻ BJPയോ സംഘപരിവാറോ തയ്യാറാകണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പോട് കൂടി നടത്തുന്ന അറവുശാലകളിലേക്ക് ഇവരെ കൊണ്ടുകൊടുത്ത് അത് അറുത്തിട്ട് അത് വിറ്റ് ഇവർക്ക് പൈസ കൊടുക്കണം. ಯಾರು ಬೇಕಾದ್ರೂ ತಗೊಂಡೋಗಿ ಸಾಕ್ಲಿ ಅಣ್ಣ, ನಮ್ಮ ರೈತರುಗಳಿಗೆ ತಗೊಂಡೋಗಿ. ಪಶ್ಚಿಮ ಬಂಗಾಳದಲ್ಲಿ ಏನಾಯ್ತು ಗೊತ್ತಾ, ಇದೇ ಬಿಜೆಪಿ ಸರ್ಕಾರ ಬಂದು ಮುಲಿಗಡಿಸಿ ಹಾಳು ಮಾಡಿ ಈಗ ಅದೇ ಜನಗಳು ರಕ್ಷಿಸ್ತಾರೆ. ಪಶ್ಚಿಮ ಬಂಗಾಳ ನಮ್ಮ ದನ ತಗೊಂಡು ಮಾಡಲಿಲ್ಲ ಅಂದ್ರೆ ನಾವು ಕೆಲಸಕ್ಕೆ ಹೋಗಕ್ಕೆ ದನ ಹಿಂಗೆ ತಗೊಂಡು ಅದಕ್ಕೋಸ್ಕರ ದನಗಳನ್ನ ಇಟ್ಕೊಂಡು ನಾವು ಹೋಗಷ್ಟು ನಮ್ಮ ದನಗಳು ಇವತ್ತು 2 ಹಸು ತಂದಿದ್ದೀವಿ. ಒಂದು ಹಸು ಒಬ್ಬನಿಗೆಲ್ಲ ಪ್ರಾಬ್ಲಮ್ ಅದ್ ಬಿಟ್ಬಿಟ್ಟು ಸಂತೆಯಲ್ಲಿ ಸುಮ್ಮನೆ ಕ್ರಿಯೇಟ್ ಮಾಡೋದು. ಹೇಮಾವತಿ ಸ್ಟ್ಯಾಚು ಹತ್ರ 11 ಗಂಟೆ ಸ್ಟ್ರೈಕ್ ಐತೆ, ಹೋಗಿ ಸೇರ್ಕ ಅಲ್ಲಿ ಮಾಡು ಸ್ಟ್ರೈಕ್ ಆಯ್ತಾ. ಸ್ಟ್ರೈಕ್ ಇದ್ರು ಅಲ್ಲಿ ಹೋಗಿ ಸೇರ್ಕ ಅವ್ರ ಜೊತೆ ರೈತ ಸಂಘಟನೆ ಮಾಡ್ತಾವ್ರೆ, ಅವ್ರ ಜೊತೆ ಸೇರ್ಕ ಮಾಡು ಅದ ಅಲ್ವಾ. ಸುಮ್ಮನೆ ಬಿಡಪ್ಪ ನಮ್ಮ ಸಾಹೇಬ್ರು ಹೇಳೋರು 11 ಗಂಟೆ ಯಾರು ಏನು ಕಿತಾಪತಿ ಹೇಮಾವತಿ ಸ್ಟ್ಯಾಚು ಹತ್ರ ಸ್ಟ್ರೈಕ್ ಐತೆ, ಹೋಗಿ ಸೇರ್ಕ ಅವ್ನೇನೋ ಹೇಳ್ತಾರೆ. മുസ്ലിങ്ങൾ എന്തായാലും അത് വാങ്ങി വിറ്റ് അറുത്ത് പൈസ കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉത്തർപ്രദേശിലെ സഹാൻപൂരിൽ ഹർഷത് മദനി എന്ന ഒരാൾ തുടക്കം കുറിച്ചതായത്. മൂപ്പർ വിചാരിച്ചു എന്തിപ്പോ നമ്മളെ ഈ കോക്രോച്ചിന്റെ കാര്യം പറയുന്നത് പോലെ ഇന്ത്യയിൽ എന്തിനാണ് മുസ്ലിങ്ങൾക്ക് ഇത്രയധികം വിവാദത്തിന് അവൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനിപ്പോ പോത്തിനെയും മറ്റേ ആടിനെയൊക്കെ ഇവിടെ കിടക്കില്ലേ, കോഴിയൊക്കെ കണ്ടവനുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം അത് തിന്നാൽ മതി. എന്താ ഇപ്പൊ ഈ കാളേനെയും പശുവിനെയും തിന്നണമെന്ന് ഇത്ര നിർബന്ധം എന്താ? അത് ചോദിച്ചോടുകൂടി അതാണല്ലോ ഇപ്പൊ പ്രശ്നം. ഗോമാത എന്നുള്ളതാണ് പ്രശ്നം. ആ ഗോമാത ദൈവമാണ് എന്ന് അംഗീകരിച്ചു കൊടുത്ത് അതിന് വേണ്ട ശുശ്രൂഷ കൊടുക്കണമെന്ന് തീരുമാനിച്ച് പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ തെത്തുന്നവർക്ക് വലിയ ശുശ്രൂഷയൊക്കെ കൊടുത്ത് ഗോമാത എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ല. അംഗീകരിക്കണമെന്നായിരുന്നുള്ള വിഷയം. ഉത്തർപ്രദേശിലെ സഹാൻപൂരിൽ ഹർഷത് മദനി എന്ന ഒരാൾ തുടങ്ങി വെച്ചതാണ് നമ്മളെ കോക്രോച്ചിന്റെ കാര്യം പറഞ്ഞതുപോലെ. അയാളിരുന്ന് ആലോചിച്ചു, എന്തിനാ വെറുതെ തമ്മിൽ തല്ലുണ്ടാക്കേണ്ട ആവശ്യം? ഒരു ഗോമാത എന്ന് പറയുന്നു, അവർക്ക് വിറ്റേ പറ്റുള്ളൂ. നമ്മളത് വാങ്ങുമ്പോൾ നമ്മൾ ഗോമാതാവിനെ അറുത്തു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത് വാങ്ങാതിരുന്ന പ്രശ്നമല്ലോ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്നാൽ അത് അങ്ങ് തീരുമാനിച്ചു കളയുന്ന അയാളങ്ങ് തീരുമാനിച്ചു, അയാളുടെ മഹലിൽ അങ്ങ് തീരുമാനിച്ചു. അത് കണ്ടിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള മറ്റു മഹലുകളും തീരുമാനിച്ചു. അത് വളരെ പെട്ടെന്ന് ഈ കോക്രോച്ച് പാറിയതുപോലെ തന്നെ ഇന്ത്യയിലെമ്പാടും പാറി പറന്നു. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പാറി പറന്നുണ്ടെങ്കിൽ ഇതേ ഇന്ന് ഇന്നലേക്കായിട്ട് കർണാടകയിൽ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഏതായാലും കർഷകർക്ക് അടുത്ത ബലിപ്പെരുന്നാളാവുമ്പോൾ നമുക്ക് കന്നുകാലികളെ വിറ്റുകളെ എന്ന് കരുതിയിട്ട് ഇനി വാങ്ങി വളർത്തേണ്ട ഒരു ആവശ്യമില്ല. അവർ വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും നല്ലത്. Different angles. Don't forget to subscribe and support this channel.